നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ ഒട്ടും ടെൻഷൻ ആവണ്ട. നമ്മുടെ ലക്ഷ്യം രണ്ട് പഠിച്ച കള്ളികളെ സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുക എന്നുള്ളതാ. ആ നല്ല കാര്യത്തിന് വേണ്ടി ചില കള്ളക്കളികൾ നടത്തിയാലും സാരമില്ല. അവരുടെ കരാറുകൾ നമ്മൾ അംഗീകരിച്ചു. പക്ഷെ അതിൽ നിന്നിനി ഒരിക്കലും പുറത്തു കടക്കാൻ പറ്റില്ല. ഞാനുണ്ടല്ലോ കൂടെ. ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുക. നീ ധൈര്യമായിട്ടിരിക്കെ. ഓരോ നീക്കവും എന്നെ അറിയിച്ചുകൊണ്ടിരുന്നാൽ മതി. ഏതായാലും ഞാൻ ഇതൊക്കെ അഖിലിനെ അറിയിക്കട്ടെ. അപ്പൊ ധൈര്യമായിട്ട് ഇരിക്കല്ലേ? പിന്നല്ലാതെ. നീ ചെല്ല്, ഞാൻ വിളിക്കാം. ബൈ. അമൃതേടത്തി, ഞങ്ങൾക്കറിയാം അമൃതേടത്തി വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണെന്ന്. വല്ലാതെ പേടിച്ച് നിൽക്കുക. ഞാൻ എന്തിനാ പേടിക്കുന്നേ? എനിക്കൊരു പേടിയില്ല. പക്ഷെ മോളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം, വെളുത്ത് വിളറിയിരിക്കുക. അമൃതേടത്തിക്ക് മാത്രമല്ല, എനിക്കും ഉണ്ട് വെപ്രാളം. നാളെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ. നാളെ കഴിഞ്ഞാൽ അഖിയും ശ്യാമയും കൂടെ എന്നേക്കുമായിട്ട് ഒരുമിക്കുക. ഞാൻ തുറന്നു പറയാം, ആ ചടങ്ങ് നടക്കാതിരിക്കാൻ എനിക്ക് സാധിക്കാവുന്ന മാർഗങ്ങളൊക്കെ ഞാൻ നോക്കുക. പക്ഷേ ഒന്നും അങ്ങോട്ട് തെളിഞ്ഞു കിട്ടുന്നില്ല. ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അമൃതേടത്തിയാ. അന്ന് പറഞ്ഞതുപോലെ എന്താണ് ശ്യാമയും അമൃതേടത്തിയും തമ്മിലുള്ള വിരോധത്തിന് കാരണമെന്ന് അറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അമൃതേടത്തി ആകെ വിഷമിച്ച് കരഞ്ഞിരിക്കുക. പക്ഷേ ശ്യാമയാകെ ഉത്സാഹത്തില. അവള് ആഘോഷം തകർക്കുക. സത്യം മോളെ, മൈലാഞ്ചി ഇടുന്നു, പാട്ടു പാടുന്നു, ഡാൻസ് ചെയ്യുന്നു. ശ്യാമ വസുന്ധര മോളെ പ്രേരിപ്പിക്കുക. അങ്ങനെ ഓരോരോ ഒരുക്കങ്ങൾ നടക്കുക. അല്ലെങ്കിൽ അമൃത മോള് വിഷമിച്ച് നിൽക്കുക. വന്ന് കാര്യങ്ങൾ തിരക്കണ്ടേ? നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോവണ്ടേ? അമൃതമോൾ ഒതുങ്ങി നിൽക്കുന്നതാ ശ്യാമയ്ക്ക് സന്തോഷം. ശ്യാമയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നടത്താലോ. അമൃതേടത്തി, ഏത് കാര്യമാണെങ്കിലും ചെയ്യേണ്ടത് സമയത്ത് ചെയ്യണം. അതേ എനിക്ക് പറയാനുള്ളൂ. എനിക്കും അതേ പറയാനുള്ളൂ മോളെ. ഏത് കാര്യമായാലും ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.